കല്യാണയോഗം. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പാലുമായി മുറിയിലേക്ക് വരുന്ന ആദ്യയെ വീരു ഇടം കണ്ടിട്ട് നോക്കി. കുറച്ചുമ്പേ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഡിന്നർ കൂടെ അവിടുന്ന് കഴിച്ചാണ് അവരിറങ്ങിയത്. തനിക്ക് നേരെ നീട്ടിയ ഗ്ലാസ്സിലേക്കും അവളുടെ മുഖത്തേക്കും വീരു മാറി മാറി നോക്കി. ഇതുവരെ ഇല്ലാത്തൊരു പരവേശവും വെപ്രാളവും. എന്നാൽ മുഖത്ത് സ്വാഭാവികത വരുത്തിയവൻ പാൽ ഗ്ലാസ് വാങ്ങി. അവനെ നോക്കിയൊന്ന് ചിരിച്ച് ആദ്യ കണ്ണാടിക്ക് മുമ്പിലേക്ക് നടന്നു. അതിലെ കെട്ടുകൾ അഴിക്കുന്നവളെ വീരു കണ്ണിമച്ചിമാതെ നോക്കിയിരുന്നു. സത്യം പറഞ്ഞ അമ്മ രണ്ടു വാക്ക് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ മനസ്സ് ഇവളിലേക്ക് ഇത്ര പെട്ടെന്ന് ചായ. അതോ അതിനു മുന്നേ ആദ്യയോട് തനിക്ക് മറ്റൊരു രീതിയിലുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. താനതറിയാതെ പോയതാണോ? അല്ലെങ്കിൽ മനഃപൂർവ്വം താനത് ഉള്ളിൽ അടക്കി പിടിക്കാൻ ശ്രമിച്ചിരുന്നതോ? വലിയ കാര്യത്തിൽ അവരോട് സമയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കണ്ടു കഴിഞ്ഞതും എല്ലാം കൈവിട്ട് പോയിരിക്കുന്നു. അതിന് കണക്കിനാവന്മാരിൽ നിന്ന് ഊക്കലും മാറ്റലൊക്കെ കിട്ടിയെങ്കിലും അതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല. കണ്ണിലും മനസ്സിലും എല്ലാം ഈ പെണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത വല്ലാത്തൊരാനന്ദം. ഡാ, നീ പാലുടിക്കുന്നില്ലേ? ദേ അതിൽ പാട കിട്ടുന്നു. മുടിയൊന്ന് ഒതുക്കി വെച്ച് ആദ്യം തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്ലാസും പിടിച്ച് തന്നെ നോക്കി അതേപടി ഇരിക്കുന്നവനെ കണ്ട് പെണ്ണിൻ്റെ കണ്ണൊന്ന് കൂർത്തു. നിനക്കുന്നിട്ട് കുറച്ച് പാൽ ഗ്ലാസ്സിലേക്ക് അവളുടെ മുഖത്തേക്ക് അവൻ മാറി മാറി നോക്കി. എനിക്കൊന്നും വേണ്ട, വേഗം കുടിച്ച് കിടന്നുറങ്ങാൻ നോക്കി ചെക്ക, നാളെ പോവേണ്ടതല്ലേ. പറയിലും മുടിയൊന്ന് വാരിക്കെട്ടി കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറിയതും വീരു ചിരിയോടെ പാൽ ഗ്ലാസ് ചുണ്ടിലേക്ക് മുട്ടിച്ചിരുന്നു. മുറിയിൽ പരന്ന ലാവണ്ടർ സോപ്പിന്റെ നറുമണത്തിൽ വീരു കണ്ണുകളൊന്ന് ഇറുകെ അടച്ച് തുറന്നു. പീച്ച് കളർ ടോപ്പും പിസ്ത കളർ ഗ്രീൻ കളർ പലാസയുമാണ് അവളുടെ വേഷം. കയ്യിലെ ടവലൊന്ന് കുടഞ്ഞ് ചെയറിൽ വിരിച്ചിട്ട് കണ്ണാടിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ബോഡി ക്രീം കയ്യിലെടുക്കുന്നവളെ ഉയർന്ന നെഞ്ചിരിപ്പോടെ അവൻ നോക്കിയിരുന്നു. സാധാരണ അവൾ ക്രീമൊക്കെ തേക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫോണിൽ ഗെയിമിൽ മുഖം പൂഴ്ത്തി കിടക്കും, അല്ലെങ്കിൽ അവൻ ബാത്റൂമിലായിരിക്കും. അതുകൊണ്ട് തന്നെ വീരുവിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ ആദ്യം തൻ്റെ പണി തുടർന്നു. കഴുത്തിലും കയ്യിലും മറ്റുമായി ക്രീം പുരട്ടി അവൾ തിരിഞ്ഞതേ തൊട്ടു പിന്നിൽ വന്നു നിൽക്കുന്നവനെ കണ്ട് പെണ്ണി ഞെട്ടിക്കൊണ്ട് പുറകോട്ടാഞ്ഞതും വീരുവിൻ്റെ കൈകൾ അവിടെ ഇടുപ്പിലൂടെ വട്ടം പിടിച്ചിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ട് ആദ്യ കണ്ണുരുട്ടി അവനെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണിലെ ഭാവം അവളിൽ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. ആദിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഹോ, ഇതെന്തൊരു മണാതി നിനക്ക്! നീ ഇത് ഏത് ക്രീമാ ഉപയോഗിക്കുന്നേ? അവൻ്റെ ശ്വാസം തട്ടി തൻ്റെ കഴുത്തിലെ രോമങ്ങൾ വിറച്ച പോലെ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പോഴേക്ക് അവൻ്റെ ചുണ്ടുകൾ അവളിൽ തൊട്ടില്ലെന്ന രീതിയിൽ കടന്നുപോയിരുന്നു. ഇടുപ്പിൽ അമർന്നിരുന്ന അവൻ്റെ കൈവിരലുകൾക്ക് വല്ലാത്തൊരു മുറുക്കം. ആദ്യ ഒരു നിമിഷം സ്തംഭനാവസ്ഥയിലായിപ്പോയി. ഇനി അവളുടെ അടുത്ത് നിന്നാൽ നിലമറത്താൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകുമെന്ന് തോന്നിയതും അവളിലെ പിടിവിട്ടാൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയതേ ആദ്യ ബോധം വന്ന പോലെ ഞെട്ടിക്കൊണ്ട് അവൻ പോയ വഴിയെ നോക്കി. എന്നാണ് തനിക്കിവിടെ സംഭവിച്ചെന്ന് അവൾ ഒരിക്കൽ കൂടെ ഓർത്തു. താൻ എന്തിനാണിങ്ങനെ നെർവസ് ആവുന്നത്? താഴെ വീഴാതിരിക്കാൻ തന്നെ അവൻ പിടിച്ചു നിർത്തി, അത്രമാത്രം. പിന്നെ ഒരു ക്രീമിൻ്റെ കാര്യമല്ലേ അവൻ ചോദിച്ച്. അതിനിപ്പോൾ എന്താ? ഇതിനൊക്കെ താൻ വേറെ അർത്ഥം കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? മേൽച്ചുണ്ടിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളി അവൾ പുറം കൈ കൊണ്ട് തുടച്ചു കളഞ്ഞു. ഇതേ സമയം വാഷ്റൂമിലേക്ക് കയറിപ്പോയതിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. താൻ ചേർത്ത് പിടിച്ചപ്പോൾ വിറച്ച അവളുടെ ശരീരം അവനെ അത്രയും ഹരം കൊള്ളിച്ചിരുന്നു. വീരു വാഷ്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആദി കിടക്കാനായി ഒരുങ്ങുകയാണ്. നീ നാളെ പോകാനുള്ള ഡ്രസ്സൊന്നും എടുത്തു വെക്കുന്നില്ല ആദി, ഇനിയൊന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അവൻ്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞവൾ നേരത്തെ ഇവിടെ നടന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ സ്വാഭാവികതയോടെ തന്നെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ട് വെറുതെ ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയതിനെ സ്വയം പഴിച്ചു. അല്ലെങ്കിലും തൻ്റെ വീരു പെർഫെക്റ്റ് ആണ്. ആദി ചിരിയോടെ അവനെ നോക്കി. നിന്നോട് ഞാൻ ഈ പറഞ്ഞ് എടുത്തു വെക്കാനുള്ളൊക്കെ ഇന്ന് തന്നെ എടുത്തു വെക്കാൻ, എന്നിട്ട് ഉറങ്ങാം. വീരുവിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. പെണ്ണിൻ്റെ ചിരിയൊക്കെ മാറി. അവളൊരു മടുപ്പോടെ അവനെ നോക്കി. ഞാൻ വരണോടാ. ഒരു കണക്കിനാണ് നീവിയാവന്മാരും ചേർന്ന് അവളെ ചെന്നൈയിലേക്ക് വരാൻ സമ്മതിപ്പിച്ചെടുത്ത്. എന്നിട്ടിപ്പോൾ കാലുമാറാൻ നോക്കിയാണ് പെണ്ണ്. ദേ പെണ്ണെ, കളിക്കല്ലേ, അവർ പറഞ്ഞ നീയും കേട്ടല്ലേ, പിന്നെ നിനക്കിതെന്താ? എന്തായാലും നിന്നെ കൂട്ടിയാൽ നാളെ ഞാൻ പോവില്ല. അവൻ തറപ്പിച്ച് പറഞ്ഞതും അവൾ ചുണ്ടുപിളർത്തി. വീരു പെട്ടെന്ന് മുഖം വെട്ടിച്ചു മാറ്റി. കുസൃതി നിറഞ്ഞൊരു ചിരി അവൻ്റെ അധരങ്ങളിൽ മിന്നി മാഞ്ഞു. ഞാൻ പോസ്റ്റ് ആവൂടാ, പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിസി ആയിരിക്കും, അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? അയ്യോടാ, അങ്ങനെ എൻ്റെ ആദ്യക്കുട്ടി ഞാൻ പോസ്റ്റ് ആക്കുമോ? വിച്ചു പറഞ്ഞ നീയും കേട്ടല്ലേ, അവൻ്റെ കസിന് കീർത്തന അവിടെയാണ് പഠിക്കുന്നത്. സോ പ്രോഗ്രാം കാണാൻ അവളും ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ നീ എങ്ങനെ ഒറ്റക്കാവനാണ്? ഇനിയിപ്പോൾ അവിടെ കൂടെ നിനക്ക് മിങ്കിളാവാൻ പറ്റില്ലെങ്കിൽ കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനിങ്ങ് പാഞ്ഞു വരില്ലേ പെണ്ണേ. ഇനി അതും പറ്റില്ലെങ്കിൽ എൻ്റെ പെണ്ണിന് വേണ്ടി സ്റ്റേജിനരികൊരു ചെയർ ഞാൻ ഇട്ടുതരും. കുറുമ്പോടാവൻ പറഞ്ഞിർത്തുമ്പോൾ ആദ്യം മുഖം വീർപ്പിച്ച് അവനെ നോക്കി. അവൾ വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വീരു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതിരുന്നു. പിന്നെ ഒന്നും പറയാതെ ആദ്യം ഡ്രസ്സ് എടുക്കാൻ ഷെൽഫിനരിയിലേക്ക് നടന്നിരുന്നു. അപ്പോഴേക്കും അവൻ പറഞ്ഞതിൽ എൻ്റെ പെണ്ണ് എന്നതിനൊരു ഊന്നൽ കൊടുത്തിട്ട് പോലും അവൾ അത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല.
2 സാരിയും അതിനാവശ്യമായ മറ്റു വസ്ത്രങ്ങൾ മാത്രം എടുത്തു വെക്കുന്നവളെ നോക്കി വീര് കയ്യും കെട്ടി നിന്നു. 4 ദിവസത്തെ ട്രിപ്പാ പെണ്ണേ. നമ്മൾ 2 ദിവസം അവിടെ കറങ്ങിയടിച്ചിട്ടേ വരൂ. 4 ദിവസം അതൊന്നും പറ്റില്ല, എൻ്റെ ലീവ് കഴിയും. അതൊക്കെ പറ്റും. ലീവ് 2 ദിവസം കൂടി കൂട്ടിക്കിട്ടാനായിട്ട് നിന്റെ ലാപ്പിൽ നിന്ന് ഞാൻ മെയിൽ ചെയ്ത് കഴിഞ്ഞു. അവൻ പറഞ്ഞു കഴിഞ്ഞതേ ലാപ്പിന്റെ പാസ്വേഡ് അവന് കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ ആദി ശപിച്ചു. നോക്കി നിൽക്കാൻ 2 ദിവസം ഡ്രസ്സ് കൂടി എടുക്കുമോളെ. അവനെ നോക്കി ചുണ്ടെന്ന് കൂട്ടി വീണ്ടും 2 സാരി എടുത്തു വെക്കുന്നവളുടെ കയ്യിൽ പെട്ടെന്നാണ് അവന്റെ പിടി വീണത്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം, നിനക്ക് ഈ സാരിയിലെ കാര്യങ്ങൾ കൈവശം തന്നിട്ടുണ്ടോ? എനിക്കിതാ ഇഷ്ടം, ദൂരേക്ക് പോകുമ്പോൾ എനിക്കിതാ കംഫേർട്ട്. അല്ല, ഞാൻ ഇത്ര നാൾ സാരി എടുത്താണെന്ന് നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ? എന്നാൽ ഇപ്പം തൊട്ട് ഞാൻ പറയുന്നു, ഇനി എപ്പോഴും എൻ്റെ മോളിൽ സാരി വലിച്ചു ചുറ്റി നടക്കേണ്ട. മാറ്, ഞാൻ എടുത്തു തരാൻ ഡ്രസ്സ്. പറച്ചിലിനൊപ്പം അവളെ മാറ്റി നിർത്തി ഷെൽഫിനുള്ളിൽ അവൻ തലയിട്ടു. 2 ജോഡി ചുരിദാറും ഒരു ഫുൾ സ്കേർട്ട് മിഡിയും ടോപ്പും കൂടെ അവൻ പുറത്തേക്ക് എടുത്തു വെച്ചു. കൂടെ അവൾ എടുത്തു വെച്ചിരുന്ന സാരി 2 മാറ്റി പാർട്ടിക്ക് ധരിക്കാനായി ഒരു പിങ്ക് കളർ ജോർജറ്റ് സാരി തപ്പിപ്പിടിച്ച് ആദിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി. കല്യാണ സമയത്ത് മാളുവും ശോഭയും കൂടെ വാങ്ങിച്ചു വെച്ചതാണ് അതൊക്കെ. സാരി നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഇതെനിക്ക് ഇഷ്ടമാണ്. പ്രോഗ്രാമിന് നീ ഇത് എടുത്താൽ മതി. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാൻ, എന്താ മോൻ്റെ ഉദ്ദേശം? ഇടുപ്പിൽ കൈയും വെച്ച് ആദ്യം അവനെ ചുഴിഞ്ഞെന്ന് നോക്കി. അവളുടെ ആ ചോദ്യത്തിന് കള്ളച്ചിരിയോട് അവൻ താടിയൊന്ന് തടവി മിഴികൾ ഉയർത്തി നോക്കിയതും ആദ്യമൊന്ന് പതറിയ. അമ്മു അസ്വസ്ഥതയോടെ ബെഡിൽ കിടക്കുന്ന തുണികൾ ഓരോന്ന് എടുത്ത് മടക്കി വെക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെയാണ് ലത വിളിച്ചു വെച്ചത്. ആദിയും വീരുവിന് ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് തൊട്ടുമുന്നെയാണ് അവൾ അറിഞ്ഞത്. വീരുവിന് ചെന്നൈയിലെ ഒരു പ്രോഗ്രാം കിട്ടിയെന്ന് അറിഞ്ഞെങ്കിലും ആദ്യം അവൻ്റെ കൂടെ പോകുമെന്ന് അമ്മ ഒരിക്കലും വിചാരിച്ചില്ല. എത്ര വർഷം വീരുവേട്ടൻ താനൊരു റിലേഷനിലായിരുന്നു. ഇന്ന് അവരെ തന്നെ ഒരു പ്രോഗ്രാമിന് പോലും കൊണ്ടുപോയിട്ടില്ല. എന്നിട്ടിപ്പോൾ ചേച്ചിയെ കിട്ടിയപ്പോൾ അവളുമായിട്ട് ഊരി ചുറ്റാൻ നടക്കുന്നു. അമർഷത്തോടെ അമ്മ പല്ലുകൾ കടിച്ചു. അസൂയയും കുശുമ്പുമോത്ത് കയ്യിലെ ഷർട്ട് അവൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഗൗത അവളായിട്ട് അധികം പുറത്തേക്കൊന്നും പോയിട്ടില്ല. ബന്ധുക്കൾ കുറവായതുകൊണ്ട് വിരുന്ന് വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അമ്മുവിന്. കല്യാണത്തിന് മുന്നേ ഗൗതമിൻ്റെ കൂടെ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം എന്നൊക്കെ അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവനോട് ഇതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. ഹണിമൂളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്നും ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ തനിക്ക് പറ്റില്ലെന്ന മറുപടിയാണ് അവനിൽ നിന്ന് കിട്ടിയത്. അത് കേട്ട നിമിഷം ഗൗതമിനെ കൊല്ലാനുള്ള കല്യാണം അമ്മുവിന് വന്നതെങ്കിലും പുറത്ത് കാണിക്കാൻ അവൾ നിന്നില്ല. അവന് തിരക്കൊക്കെ മനസ്സിലാക്കിയ പോലെ ഉത്തമ ഭാര്യയായി തന്നെ നിലകൊണ്ടു. പക്ഷെ ഇപ്പോൾ ആദ്യം വീരും ചെന്നൈയിലേക്ക് പോയി എന്ന് കേട്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും തനിക്ക് പോയേ പറ്റൂ. ഗൗതം വരുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഗൗതമിൻ്റെ തിരക്കൊക്കെ നോക്കി അടുത്തെവിടെയെങ്കിലും മതി. പിന്നെ അവളുമാർക്ക് ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെങ്കിലും നടക്കണം. അല്ലെങ്കിൽ പിന്നെ അവരുടെ മുഖത്തോങ്ങാൻ പറ്റില്ല. മനസ്സിലോരോന്ന് കണക്കൂട്ടിയാകുമ്പോൾ ബെഡിലിരിക്കുമ്പോഴാണ് താഴെ ഗൗതമിൻ്റെ കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. മറ്റൊന്നും ആലോചിക്കാതെ അതിവേഗം അവൾ താഴേക്ക് പാഞ്ഞു. സ്റ്റെയർ ഇറങ്ങി അവൾ എത്തുമ്പോഴേക്കും ഗൗത അകത്തേക്ക് കയറിയിരുന്നു. അവളുടെ ഓടിക്കതച്ച് വന്നുള്ള നിൽപ്പ് കണ്ട് അവൻ്റെ മുഖത്ത് സംശയം പ്രകടമായെങ്കിലും ഒരു ചോദ്യത്തിനൊന്നും നിൽക്കാതെ അവളെ നോക്കി അവൻ മുകളിലേക്ക് കയറി തുടങ്ങി. തന്നോടൊന്നും ചോദിക്കാതെ പോകുന്നവനെ കണ്ട് അമ്മുവിൽ നിരാശയേറിയെങ്കിലും കാര്യം നടക്കേണ്ടത് അവളുടെ ആവശ്യമാണല്ലോ. അവനെ വിളിച്ചു നിർത്തി പറയാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും സരസ്വതിയുടെ തലവെട്ട് അവളുടെ മുറിക്ക് പുറത്ത് കണ്ടു. ഇനി എന്തായാലും റൂമിൽ പോയി അവനോട് കാര്യം പറയാമെന്ന് അവൾ തീരുമാനിച്ചു. ചിന്തിച്ചുകൊണ്ട് തന്നെ അവന് പിറകെ പോകാൻ അവൾ തുടങ്ങിയതും ആവണി 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 മുകളിൽ നിന്നുള്ള അവന്റെ അലർച്ച കേട്ട് അവൾ സ്റ്റെയർ പാഞ്ഞു കയറി. എന്താ ഗൗതം? ഗൗതമേട്ട എന്ന വിളി ഗൗതം തന്നെയാണ് അവളെ കൊണ്ട് മാറ്റിപ്പിച്ച്. വാട്ട് ഇസ് ദിസ് ആവണി? താൻ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഷർട്ടിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാൻ നിനക്ക്? വലിച്ചെറിയാൻ നിന്റെ അച്ഛൻ വാങ്ങിച്ചെന്നാണോ ഇത്? താഴെ വീണെടുക്കുന്ന അവന്റെ ഷർട്ട് നോക്കിയാണ് ഗൗതം അത്രയും പറഞ്ഞത്. ആ മുഞ്ഞെട്ടിലോടൊരു നിമിഷം അവനെ നോക്കിയെന്നെങ്കിലും അവന്റെ അടുത്ത അലർച്ചയിൽ ഓടിപ്പോയി ആ ഷർട്ട് കയ്യിലെടുത്തതിനൊപ്പം ഭയത്തോടെ അവനെ നോക്കി. സോറി, ഞാൻ അറിയാതെ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. വന്ന ദേഷ്യം പല്ലുകടിച്ചമർത്തി അവൻ തിരിഞ്ഞു പോകാൻ നിന്നത് അമ്മു പേടിയോടെയാണെങ്കിലും തൻ്റെ ഉള്ളിലുള്ള കാര്യം അവനോട് പറയാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ പിന്നെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ഗൗതം, എനിക്കൊരു കാര്യം. എന്താ? അവനും നിന്നു. ഒറ്റ ശ്വാസത്തിൽ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അമ്മൂന്ന് കിതച്ചു പോയി. മുന്നിൽ കൈയും കെട്ടി തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് അവളൊന്ന് പതറി. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ആവണി, എനിക്കിതിനൊന്നും ടൈമില്ല, താല്പര്യമില്ല. പിന്നെയും തനിക്കിത് മാത്രമേ ചോദിക്കാനുള്ളൂ. എനിക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട് ഗൗതം, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പാർട്ടിയെങ്കിലും കൊടുക്കണം. അമ്മു വാശിയോടെ അവനെ നോക്കി നിർത്തി. ഏത് ഫ്രണ്ട്സ്? ഗൗതം അവളെ ചോദ്യഭാഗത്തിൽ നോക്കി. അന്ന് കല്യാണത്തിന് വന്നില്ലേ അവര്. അതിനവനൊന്ന് അമർത്തി മൂളി. ഞാൻ നോക്കട്ടെ, ഉറപ്പ് പറയുന്നില്ല. കുറച്ച് ജാടയിട്ട് പറഞ്ഞവൻ അകത്തേക്ക് പോയതും ഇനിയും മറ്റൊന്നും പറയാൻ കഴിയാതെ അവൾ മൂകയായി.
നിരാശയോടെ കൈയുള്ള ഷർട്ട് മടക്കി ഷെൽഫിൽ വെച്ച് അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന സരസ്വതിയെ കാണുന്നു. നിങ്ങളിത് എവിടെ പോകുന്ന കാര്യത്തെപ്പറ്റിയാ സംസാരിച്ചേ? നെറ്റി വിളിച്ചവർ ചോദിച്ചതും അമ്മുവിൻ്റെ മുഖത്ത് അമർഷം നിറഞ്ഞു. എല്ലാം ഒളിച്ചിരുന്ന് കേൾക്കായിരുന്നു, പരട്ടത്തള്ള. എന്താ? അവൾ ചുണ്ടിനടിയിലിട്ട് പിറുവിറുത്തെ കേൾക്കാതെ അവർ നെറ്റി വിളിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, ജസ്റ്റ് ഒന്ന് പുറത്തു പോകുന്നതിനെ പറ്റി പറഞ്ഞ. ഞങ്ങൾ ഇതുവരെ എങ്കിലും പോയിട്ടില്ലല്ലോ. അമ്മു പല്ലുമൊത്തം കാണിച്ച് ചിരിയോടെ അവരെ നോക്കി. പുറത്തു പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ എന്ന് കരുതി അവൻ്റെ സമയം കൂടി ഓർക്കണം. ഒരുപാട് തിരക്കുകളാണ് അവന്, അത് കണ്ടറിഞ്ഞു വേണം നിൽക്കാൻ. സരസ്വതി ശാസ്ത്രിനിയോടെ പറഞ്ഞു നിർത്തിയതും പല്ല് കടിച്ച് പിടിച്ച് അവൾ തലയാട്ടി കാണിച്ചു കൊടുത്തു. പിന്നെ ആവണിയോട് ഞാനൊരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിപ്പോൾ ഏകദേശം 2 ആഴ്ചയോളായല്ലോ. ഇതുവരെ കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും ആവണിയെ കണ്ടില്ലല്ലോ. അല്ലമ്മേ, എനിക്ക് അടുക്കളക്കരി വലിയ പരിചയമൊന്നുമില്ല. എന്തേ, നിങ്ങളുടെ വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാനൊന്നും ചെയ്യാറില്ല, എല്ലാം അമ്മയും ചേച്ചിയാണ് നോക്കാറ്. അമ്മ രോഷമടക്കി പറഞ്ഞു. എന്നാൽ ഇവിടെ അങ്ങനെ പറ്റില്ല. നാളെ മുതൽ രാവിലെ 6 മണിക്ക് എൻ്റെ ഒപ്പം അടുക്കളയിലുണ്ടായിരിക്കണം. അപ്പോൾ സെർവൻസ്? കുക്കിംഗ് ചെയ്യാൻ ഞാനിവിടെ സെർവൻസിനെ വെച്ചിട്ടില്ല. ഗൗതമിന് ഞാൻ പാചകം ചെയ്യുന്ന ഇഷ്ടം. ഇനിയിപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ അവൻ്റെ കാര്യം നോക്കേണ്ട ആവണിയാണല്ലോ. സോ എല്ലാം പഠിച്ചിരിക്കണം. അപ്പം നാളെ മുതൽ കിച്ചണിലുണ്ടാവണം. പിന്നെ ആവണി പഠിക്കുകയല്ലേ, കുറേ ആയാലും ലീവ്. ഇനി വെറുതെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? നാളെ തുടങ്ങി കോളേജിലും പൊക്കോണം. ആജ്ഞ പോലെ പറഞ്ഞവർ ഇറങ്ങിപ്പോയതും അവർ കഴുത്തിരിച്ച് കൊല്ലാനുള്ള ദേഷ്യത്തിൽ അമ്മോടൊന്ന് പുകഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനാണ് അവർ ചെന്നൈയിലേക്ക് പോകുന്നത്. ടിക്കറ്റ്സൊക്കെ അവിടുത്തെ അസോസിയേഷൻ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ. ഇന്നലത്തെ പോലെ ഒന്നുമല്ല. പോകാൻ നേരമായപ്പോൾ അവൾ നല്ലപോലെ എക്സൈറ്റഡ് ആണ്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അല്ലാതെ കേരളത്തിന് പുറത്ത് ഇത്ര ദൂരം ട്രിപ്പ് പോകുന്നവൾ ആദ്യമായിട്ടാണ്. ചെന്നൈയിലെത്തുമ്പോൾ മുതൽ അവരുടെ സ്റ്റേ തുടങ്ങി അങ്ങനെയെല്ലാം പ്രോഗ്രാം അസോസിയേഷൻ മെമ്പേഴ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ. വെളുപ്പിന് 2 മണിയോടടുത്ത് അവരവിടെ എത്തി. ജോയും വിച്ചു ഒന്നിച്ചും ബാക്കി 2 കപ്പിൾസിനും. ട്രെയിനിലൊക്കെ അടിച്ചു പൊളിച്ച് വന്നുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ആദ്യം മുറി തുറന്ന് അകത്തേക്ക് കയറിയത് കയ്യിലെ ബാഗൊക്കെ താഴേക്കിട്ട് ജാക്കറ്റ് ഊരി എറിഞ്ഞ് വീരു ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കടാ. വീരുവിനെ നോക്കി മുഖം ചുളിച്ച് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ചുറ്റിയിരുന്ന ഷാൾ അവൾ സെറ്റിലേക്ക് അഴിച്ചിട്ട് തിരിഞ്ഞതും കയ്യിൽ പിടിച്ചവൻ വലിച്ച വലിയിൽ കണ്ണടച്ച് തുറക്കും മുന്നേ വീരുവിന്റെ ദേഹത്തായി അവൾ വീണ് കഴിഞ്ഞിരുന്നു. തന്റെ ശരീരത്തിൽ അമർന്ന അവളുടെ മേനിയുടെ മാർദ്ദവം. വീരുവിന്റെ കരങ്ങൾ ഒന്നുകൂടെ അവളെ ചുറ്റി വരിഞ്ഞു. പ്രതീക്ഷിക്കാതെ വീഴ്ച ആയതുകൊണ്ട് ആദ്യം ഇപ്പോഴും ഇറുകിയടച്ച മിഴികൾ തുറന്നിട്ടില്ല. അവന്റെ തോളിൽ മുറുകെ പിടിച്ച് അവളൊന്ന് കിതച്ചു. വീരുവിന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. എന്നാ ക്യൂട്ടാണ് ഈ പെണ്ണ്. അവളെ ഒന്ന് കടിച്ചു നോവിക്കാനും ഞെക്കി പൊട്ടിക്കാനും അവന്റെ പല്ലും കൈയും ഒരുപോലെ തരിച്ചു. അവളെയും കൊണ്ട് അവനൊന്ന് തിരിഞ്ഞതേ ആദ്യം ഞെട്ടിപ്പിടഞ്ഞ് മിഴികൾ തുറന്നു. 1 ഇഞ്ച് അകലത്തിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കുസൃതി നിറഞ്ഞ കണ്ണുകൾ. പെണ്ണിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ചുണ്ടു കൂട്ടിപ്പിടിച്ചിരിക്കുന്നവനെ കണ്ട് അവളുടെ മുഖം വീർത്തു. കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിനക്ക്. ആണോ? നല്ലോണം കൂടുന്നുണ്ടോ? എന്നാലേ എൻ്റെ പൊന്നുമോൾ അതങ്ങ് സഹിച്ചോ. അവിടെ കവിളന്നുള്ളിയെടുത്ത് വീരു പെണ്ണിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖം അവിടെ കഴുത്തിലേക്ക് പൂഴ്ന്നു പോയി. ആദ്യ അടിമുടി വിറച്ച നിമിഷം. ആദ്യമായ ഒരു പുരുഷന്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൂടി. അവനിൽ നിന്ന് നീങ്ങി മാറാൻ ശ്രമിക്കും തോറും എവിടേക്കോ അവൻ്റെ കൈകൾ ശക്തിയിൽ വീണ്ടും മുറുകുന്നത് ആദ്യം അറിഞ്ഞു. തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങുന്ന ശബ്ദത്തെ അവൾ ചുണ്ടുകൂട്ടി പിടിച്ച് തടഞ്ഞു. ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് പെണ്ണൊന്ന് നിശ്വസിച്ചു. സ്വതന്ത്രമായിരിക്കുന്ന ഇടതുകൈ അവൻ്റെ തലമുടിയിൽ മുറുക്കി. കളിക്കാതെ വീട്ടിൽ വീരൂ, നിനക്ക് ഫ്രഷ് ആവണ്ടേ? ശബ്ദത്തിലെ പതർച്ച മാക്സിമം അടക്കി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആദിക്കതിന് കഴിഞ്ഞില്ല. അതറിഞ്ഞ പോലെ വീരുവിൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. ഇല്ല, അങ്ങനെ നമ്മളിപ്പോൾ കുളിക്കുന്നില്ല. ആദ്യം ഉറക്കം, അത് കഴിഞ്ഞു മതി കുളിയൊക്കെ. കുറുമ്പോടെ പറയുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകളുടെ നനവ് അവളുടെ കഴുത്തിൽ പതിഞ്ഞുപോ. ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവളുടെ വിരലുകൾ അവൻ്റെ മുടികളെ പിടിച്ചു വലിച്ചു. അടങ്ങിക്കിടക്കാതി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വീരുവിൻ്റെ ശബ്ദം നന്നേ പതിഞ്ഞു പോയിരുന്നു. ആദി ശ്വാസം അടക്കി പിടിച്ചു. 1-2 നിമിഷങ്ങൾക്കപ്പുറം അവൻ്റെ നിശ്വാസം താളത്തിലായത് അവൾ അറിഞ്ഞു. കൈയും കാലുമൊക്കെ അവളുടെ ദേഹത്തേക്കിട്ട് അടിമുടി അവളെ ലോക്ക് ചെയ്ത് അവൻ സുഖമായ മയക്കത്തിലേക്ക് വീണിരുന്നു. ഇതെന്ത് ഭ്രാന്താണ് ഈ ചെക്കന്? ആദ്യം മുഖം വീർപ്പിച്ച് അവനെ തന്നെ നോക്കിക്കിടന്നു. എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷായി കിടക്കണമെന്നുണ്ട്. എന്നാൽ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണിപ്പോൾ. ഉറക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഉടുമ്പ് പിടുത്തം തെല്ല് പോലും അയഞ്ഞിട്ടില്ല. ആദ്യം ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. മെല്ലെ പെണ്ണിൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു.
യാത്രാക്ഷീണം കൊണ്ട് തന്നെ അവൾ ഉറക്കം പിടിക്കാൻ അധികം നേരമെടുത്തില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.